നവംബർ 18 ക്ലൂണിയിലെ വിശുദ്ധ ഓഡോ. ഫ്രാൻസിലെയും ഇറ്റലിയിലെയും നിരവധി ബെനഡിക്റ്റൻ ആശ്രമങ്ങളെ അതിൻ്റെ ആദ്യകാല ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ ഓഡോ ഫ്രാൻസിലെ ക്ലൂണി ആശ്രമത്തിൻ്റെ മഠാധിപതി ആയിരുന്നു. തുടർന്ന് 200 വർഷത്തോളം യൂറോപ്പിലെങ്ങുമുള്ള സന്യാസാശ്രമങ്ങളുടെ കേന്ദ്രമായിരുന്നു ക്ലൂണിയിലെ ബെനഡിക്റ്റൻ ആശ്രമം. ഫ്രാൻസിലെ അക്വിറ്റൈനിലെ ഒരു പ്രഭുവായിരുന്ന ആബോയുടെയും അറൻബുർഗയുടെയും മകനായി ക്രിസ്തുവർഷം 877 ഓഡോ ജനിച്ചു. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ടൂറിനിലെ വിശുദ്ധ മാർട്ടിൻ്റെ മധ്യസ്ഥതയിൽ മാതാപിതാക്കൾ സമർപ്പിച്ചു. മെയിൻസിലെ ലീമാൻസിലുള്ള പുരോഹിതരിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഓഡോ തുടർന്ന് ടൂറിനിലേക്ക് പോയി വിശുദ്ധ മാർട്ടിൻ്റെ ദേവാലയത്തിലെ പുരോഹിതനായ റെമീജിയസിൻ്റെ കീഴിൽ പഠിച്ചു. ബുദ്ധിമാനും പഠനത്തിൽ ഉത്സുകനുമായിരുന്ന ഓഡോ വിശുദ്ധ ലിഖിതങ്ങളിലും സാഹിത്യത്തിലും ദൈവശാസ്ത്രത്തിലും മികച്ച വിദ്യാഭ്യാസം നേടി. പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം 19ാമത്തെ വയസ്സിൽ വിശുദ്ധ മാർട്ടിൻ്റെ കത്തീഡ്രൽ ദേവാലയത്തിൽ കാനനായി നിയമിതനായി. ഇക്കാലത്താണ് ഓഡോ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവചരിത്രവും അദ്ദേഹം എഴുതിയ ആശ്രമ നിയമങ്ങളും വായിച്ചത്. അതോടെ ബെനഡിക്റ്റൻ നിയമം അനുസരിച്ചുള്ള ആശ്രമ ജീവിതം നയിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അക്കാലത്ത് ഫ്രാൻസിൽ നിരവധി ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബെനഡിക്റ്റൻ നിയമങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള സുഖജീവിതമായിരുന്നു ആശ്രമത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആശ്രമ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഓഡോയുടെ രക്ഷകർത്താവായ അഞ്ചോവിലെ കൗണ്ട് സമ്മതിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ഒരു സുഹൃത്തിനൊപ്പം 3 വർഷം ധ്യാനത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം നയിച്ചു. തുടർന്ന് ദേവാലയത്തിലെ കാനൂനിക പദവി രാജിവെച്ച അദ്ദേഹം 909 ബൗമയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. ആശ്രമാധിപനായ ബെർണോയാണ് ഓഡോയ്ക്ക് സന്യാസ വസ്ത്രം നൽകിയത്. ആശ്രമ നവീകരണത്തിൻ്റെ ആളായിരുന്നു ബെർണോ. തൻ്റെ നിരന്തര പരിശ്രമത്തിലൂടെ നിരവധി ആശ്രമങ്ങളെ ബെനഡിക്റ്റൻ നിയമത്തിൻ്റെ പൂർണ്ണമായ അനുസരണത്തിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. ഓഡോ ബെർണോയുടെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിത്തീർന്നു. ലളിത ജീവിതവും അനുസരണയും ബെനഡിക്റ്റൻ നിയമങ്ങളോടുള്ള തീഷ്ണതയും ഓഡോയെ മറ്റ് സന്യാസികളുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധേയനാക്കി. വിശുദ്ധ ലിഖിതങ്ങളിൽ അദ്ദേഹം കൂടുതൽ ആഴമായ അറിവ് നേടി. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മാർഗമെന്ന നിലയിൽ ആരാധനാക്രമങ്ങളെയും വിശുദ്ധ സംഗീതത്തെയും അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചു. ബൗമയിലെ ആശ്രമ വിദ്യാലയത്തിൻ്റെ സുപ്പീരിയറായി അദ്ദേഹം പ്രവർത്തിച്ചു. ബൗമയിൽ വെച്ചാണ് ലിമോജിലെ ബിഷപ്പായ തർപ്പിയോ ഓഡോയെ പുരോഹിതനായി അഭിഷേകം ചെയ്തത്. 910 പിന്നീട് ലോകപ്രസിദ്ധമായ ക്ലൂണി ആശ്രമം ബെർണോ സ്ഥാപിച്ചത്. ബെർണോ ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ മഠാധിപതി. ഏകദേശം 915 ഓഡോ ക്ലൂണിയിലെ ആശ്രമത്തിലെത്തി. ബെനഡിക്റ്റ് നിയമം അനുസരിച്ചുള്ള ആശ്രമ നവീകരണത്തിന് ബെർണോയും ഓഡോയും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. 927 ബെർണോ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന 6 ആശ്രമങ്ങളിൽ 3 ഓഡോയെ ഏൽപ്പിച്ചു. അങ്ങനെ 927 50ാമത്തെ വയസ്സിൽ ക്ലൂണി, ഡിയോൾസ്, മാസെ എന്നീ 3 ആശ്രമങ്ങളുടെ മഠാധിപതിയായി ഓഡോ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെർണോയെപ്പോലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആശ്രമ നിയമങ്ങളെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല, ലാളിത്യവും പുണ്യജീവിതവുമാണ് സന്യാസ ജീവിതത്തിൻ്റെ ആത്മാവ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സങ്കീർത്തനങ്ങളും വിശുദ്ധ സംഗീതങ്ങളും ആലപിച്ചുകൊണ്ടുള്ള ദൈവാരാധനയിലും പരിശുദ്ധ കുർബാനയിലും കേന്ദ്രീകൃതമായിരുന്നു ക്ലൂണിയിലെ ആശ്രമം. ഓഡോയുടെ നേതൃത്വത്തിൽ ക്ലൂണി ആശ്രമം
എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമായി വളർന്നു. ഫ്രാൻസിലെ നിരവധി ആശ്രമങ്ങളുടെ നവീകരണത്തിനായി മെത്രാന്മാരും രാജാക്കന്മാരും ഓഡോയെ നിയോഗിച്ചു. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഓഡോ കർശന നിലപാട് എടുത്തെങ്കിലും സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എതിർക്കുന്നവരെ തൻ്റെ വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം കീഴടക്കി. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ വലിയ ഭക്തനായിരുന്ന അദ്ദേഹം വിശുദ്ധനിൽ നിന്ന് നിരവധി അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ആശ്രമങ്ങളുടെ നവീകരണത്തിന് ഓഡോ റോമിലേക്ക് നിരവധി യാത്രകൾ നടത്തി. മാർപ്പാപ്പമാരായ ജോൺ 11-നും സ്റ്റീഫൻ 8-നും ഇറ്റലിയിലെ രാജാവായ ഹ്യൂഗും ഓഡോയെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു. മാർപ്പാപ്പമാരും രാജാവും ആവശ്യപ്പെട്ടതനുസരിച്ച് 936 മുതൽ 942 വരെ ഇറ്റലിയിലെ ആശ്രമങ്ങളുടെ നവീകരണത്തിനായി ഓഡോ കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ യൂറോപ്പിലെങ്ങുമുള്ള ആശ്രമങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു. ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ക്ലൂണി നവീകരണ മുന്നേറ്റമായി മാറുകയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും അച്ചടക്കത്തിൻ്റെയും ജീവിതം ആത്മീയ മേഖലയിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി പിന്നീട് ക്ലൂണിയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ കീഴിൽ 1100-ൽ പരം ആശ്രമങ്ങളും 10,000-ഓളം സന്യാസിമാരുമുണ്ടായി. ഇതിലൂടെ യൂറോപ്പിലെ മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിൽ ക്ലൂണി ആശ്രമം വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഒരിക്കൽ റോമ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി വിശുദ്ധ മാർട്ടിൻ്റെ സ്ഥലമായ ടൂർസിൽ അദ്ദേഹം എത്തി. അവിടെ വിശുദ്ധ ജൂലിയൻ്റെ ദേവാലയത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായി. 942 നവംബർ 18-ന് ഓഡോ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ടൂർസിലെ വിശുദ്ധ ജൂലിയൻ്റെ ദേവാലയത്തിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അവിടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 1049-ൽ ലിയോ 9 പാപ്പ ക്ലൂണിയിലെ ഓഡോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.